പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് രാവിലെ ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ക്ലാസ് ടീച്ചേഴ്സ് ഇന്ന് ഔദ്യോഗികമായിട്ട് ക്ലാസ് ഇല്ല എന്ന് അറിയിച്ചിരുന്നു. നമ്മൾ ക്ലാസ് വെക്കാനുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ചയൊക്കെ ക്ലാസ് പല കാരണങ്ങൾ കൊണ്ട് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ക്ലാസ് വെക്കാമെന്ന് വിചാരിച്ച് പലരും. ക്ലാസ് ടീച്ചർ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം ക്ലാസ് കയറിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് നമ്മൾ മിസ് ചെയ്യുന്നില്ല. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ലിങ്ക് തരാം. അതിനു വേണ്ടിയിട്ടാണ് ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്ത് നൽകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കുറേ ദിവസമായി ക്ലാസ്സുകൾ നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ നമുക്ക് 3 ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. 4ാമത്തെ ലെസണാണ് നമുക്കിന്ന് തുടങ്ങാനുള്ളത്. 4ാമത്തെ ലെസണ് നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് നിത്യജീവിതത്തിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില സംഗതികളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതൊക്കെ തന്നെയാണ്, പക്ഷെ അത് അടുക്കും ചിട്ടയോടും കൂടി അറിയുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഉദ്ദേശം. നമ്മൾ കേട്ടിട്ടുണ്ട് നിയമസഭ, ലോക്സഭ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഇങ്ങനെ കുറേ സംഗതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാരാണ്, എന്താണ് അവരുടെ ഉത്തരവാദിത്വം, നമ്മളെ ഭരണനിർവഹണത്തിൽ എന്തെല്ലാമാണ് ഉത്തരവാദിത്വം, ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രധാനമന്ത്രി ആരാണെന്ന്. പ്രധാനമന്ത്രിക്ക് നിങ്ങൾക്ക് അറിയാം. സ്പീക്കർ ആരാണെന്ന് അറിയാം. രാഷ്ട്രപതി ആരാണെന്ന് അറിയാം. അറിയാത്തവരും ഉണ്ടാവാം. അപ്പോൾ എന്താണ് അവരുടെ ഡ്യൂട്ടി, ആരാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, അങ്ങനെ കുറേ ടെക്നിക്കലായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടറിഞ്ഞിട്ടുള്ള കുറേ സംഗതികളുണ്ട്. ഇതിനെ വ്യവസ്ഥാപിതമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലെസൺ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യാറുള്ളതുപോലെ ചില സ്ലൈഡുകളുടെ സഹായം നമുക്ക് തേടാം. അതിൽ നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന അധ്യായമാണ് നമുക്കുള്ളത്. ആ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ 3 ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 3 ചിത്രങ്ങൾ ഇതാണ്. ചിത്രം 1, ചിത്രം 2, ചിത്രം 3. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് തന്നെയാണ് ഈ കാണുന്നത്. ഈ ചിത്രം 1-ൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ്. ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ്. ഇപ്പോൾ പുതിയതൊന്ന് നമ്മൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയൊരു പാർലമെൻറ്റ് മന്ദിരം ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാർ മുമ്പ് നിർമ്മിച്ച പാർലമെൻറ്റ് മന്ദിരമാണ് ഈ കാണുന്നത്. ചിത്രം നമ്പർ 2 നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾക്ക് ചിലർക്ക് അറിയാം അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത അധികാരിയായുള്ള രാഷ്ട്രപതിയുടെ വാസസ്ഥലവും ഔദ്യോഗിക ഓഫീസുമാണ്. രാഷ്ട്രപതി ഭവൻ എന്ന് നമ്മളതിനെ പറയും. രാഷ്ട്രപതി താമസിക്കുന്ന സ്ഥലമാണ്, അവരുടെ വീടായിട്ട് ഉപയോഗിക്കുന്നതാണ്, അവരുടെ ഔദ്യോഗിക ഓഫീസായിട്ട് ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് രണ്ടും ഉള്ളത്, അഥവാ നമ്മുടെ രാഷ്ട്രപതി ഭവൻ. മൂന്നാമത്തെ നിങ്ങൾക്കറിയാം, നിങ്ങൾ പലപ്പോഴും ടി വിയിലോ പത്രങ്ങളിലോ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ്? ഇന്ത്യയുടെ സുപ്രീം കോടതി, പരമോന്നത കോടതി, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതിയായിട്ട് കണക്കാക്കുന്ന സുപ്രീം കോടതിയുടെ മെയിൻ ബിൽഡിങ്ങിൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് 3ഉമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ നിർവഹണ സ്ഥാപനങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ പാഠപുസ്തകം തുടങ്ങുന്നതിന് മുകളിൽ നൽകിയിട്ടുള്ള 3 ചിത്രങ്ങളും ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? 1ാമത്തെ ചിത്രം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെൻറ്റ് മന്ദിരവും, 2ാമത്തെ ചിത്രം കാര്യനിർവഹണ ഭാഗമായ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയും, 3ാമത്തേത് നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമായ സുപ്രീം കോടതിയുടെ സമുച്ചയമാണ്. ഇവ 3ഉം ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 3 ആശയങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 സ്ഥാപനങ്ങളും എന്താണ് അവരുടെ ചുമതല? അത് നോക്കാൻ നമ്മളെ പുസ്തകത്തിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം, കാര്യനിർവഹണം,
നീതിന്യായ വിഭാഗം എന്നീ 3 ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? എല്ലാ ജനാധിപത്യ രാജ്യവും, ഏത് രാജ്യമായാലും ഉണ്ടാവും. അവിടെ എന്തൊക്കെയുണ്ട്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണം എന്ന വാക്ക് തന്നെ ഉണ്ടല്ലേ. ഒരു രാജ്യത്തെ ഭരണം സുഗമനാക്കുന്നതിനുള്ള ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുക. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ആരാണ് ഉണ്ടാക്കുക? ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധികളായ ആളുകളാണ് നിയമനിർമ്മാണം നടത്തുക. അപ്പോൾ അതാണ് നിയമനിർമ്മാണ വിഭാഗം. 2, കാര്യനിർവഹണ വിഭാഗം. എന്താ കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കണം. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉദ്യോഗസ്ഥന്മാരിലൂടെ, മന്ത്രിമാരിലൂടെ നിയമം നടപ്പിലാക്കണം. ഈ നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ എന്തു പറയുക? കാര്യനിർവഹണ വിഭാഗം. 3, നീതിന്യായ വിഭാഗം. ഈ നിയമങ്ങൾക്കനുസരിച്ച് നേരത്തെ ഉണ്ടാക്കിയ നിയമനിർമ്മാണ വിഭാഗം ഉണ്ടാക്കിയ നിയമത്തിനനുസരിച്ച് കാര്യനിർവഹണ വിഭാഗം നിയമം നടപ്പിലാക്കുമ്പോൾ ചിലർക്കൊക്കെ ഈ പറയുന്ന സംഗതി കൃത്യമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടാത്തവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വിഭാഗമാണിത് നീതിന്യായ വിഭാഗം അഥവാ കോടതികൾ എന്ന് പറയുന്നത്. നമുക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് തന്ന ഈ ഒരു ചിത്രമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 ബിൽഡിംഗ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഇന്ത്യയുടെ പാർലമെൻറ്റ്, ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ, മറ്റൊന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി. ഈ 3 ആണ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ആണിക്കല്ലുകൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ആണിക്കല്ലായി മാറുന്നത്? നോക്കൂ, നിങ്ങൾ സർക്കിളിനകത്ത് ഗവൺമെൻറ്റിനെ 3 വിഭാഗമാക്കിയിട്ട് മാറ്റുന്നു. 1, നിയമനിർമ്മാണ വിഭാഗം. കണ്ടോ? നിയമങ്ങൾ നിർമ്മിക്കുന്നു. ഇതെവിടെയായിരിക്കും ചെയ്യുക? ഇന്ത്യയെ സംബന്ധിച്ച്, കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ. നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട പിക്ചർ ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിനകത്ത് വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യക്ക് ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നിയമനിർമ്മാണ വിഭാഗം, നിയമനിർമ്മാണ സഭ ഒക്കെ പാർലമെൻറ്റിലാണ് നടക്കുന്നത്. 2, കാര്യനിർവഹണ വിഭാഗം. ഈ നേരത്തെ പറഞ്ഞ നിയമനിർമ്മാണ വിഭാഗം ഉണ്ടാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിഭാഗത്തിനാണ് എന്തു പറയാം? കാര്യനിർവഹണ വിഭാഗം എന്ന് പറയാം. ഇതാരാള്? നമ്മൾ നേരത്തെ പറഞ്ഞു, രാഷ്ട്രപതി ഭവൻ കണ്ടില്ലേ? രാഷ്ട്രപതിയെ കണ്ടല്ലോ. ആ രാഷ്ട്രപതിയുടെ കീഴിലുള്ള വ്യത്യസ്ത വിഭാഗം, ഇന്ത്യയിലെ ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാരുണ്ടോ അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലുള്ള പിന്നെ വില്ലേജ് ഓഫീസറായാലും, അതിന് താലൂക്ക് ഓഫീസറായാലും, ഒരു വില്ലേജ് സ്റ്റാഫായാലും, പഞ്ചായത്തിലെ സ്റ്റാഫായാലും, അതിലൂടെയൊക്കെയാണ് എന്താണ് നിയമങ്ങൾ നമ്മളിലേക്ക് നടപ്പിലാക്കുന്നത്. നമുക്ക് നോക്കാം, ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. മറ്റൊന്ന് നീതിന്യായ വിഭാഗം. അതിൽ ഏറ്റവും പരമോന്നതമായതാണ് നമ്മൾ നേരത്തെ കണ്ടത് സുപ്രീം കോടതി. അതിന് താഴെ എന്തൊക്കെ ഉണ്ടാവും? ഹൈക്കോടതികളുണ്ടാവും, ജില്ലാ കോടതികളുണ്ടാവും, സബ് കോടതികളുണ്ടാവും, അങ്ങനെ വ്യത്യസ്തമായ കോടതികളുണ്ടാവും. അത് 3 പരസ്പര ബന്ധിതമാണ്. നിയമനിർമ്മാണം ആര് നടത്തുന്നു? പാർലമെൻറ്റ് നടത്തുന്നു. കാര്യനിർവഹണം ആര് നടത്തുന്നു? രാഷ്ട്രപതി ഭവന് കീഴിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും, പിന്നെ MLA-മാരും MP-മാരും എല്ലാം കൂടിയൊരു വിഭാഗം. നീതിന്യായ വിഭാഗം. ഇത് കോടതിയാണ്. കോടതിയുടെ വ്യത്യസ്തമായ വകുപ്പുകളാണ് അതിലുള്ളത്. ഇവിടെ തന്നെ നിങ്ങൾക്കൊരു വർക്ക് തന്നിരിക്കുന്ന ചിത്രത്തിൻ്റെ സഹായത്തോടെ ഗവൺമെൻറ് ഘടകങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാം. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നിങ്ങൾക്കൊരു സ്ലൈഡ് ഇപ്പോൾ കാണാം. ഈ സ്ലൈഡിൽ നേരത്തെ നമ്മൾ കണ്ട 3 ചിത്രങ്ങൾ ഇവിടെ ഉണ്ട്. അതിനോട് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റ് നിയമം നിർമ്മിക്കുന്നത് പാർലമെൻറ്റ്, രാഷ്ട്രപതി ഭവൻ, സുപ്രീം കോടതി ഇങ്ങനെ അതിനെ ആക്കി മാറ്റി. നോക്കൂ, ഇന്ത്യ ഗവൺമെൻറ്റിലെ ഈ പറഞ്ഞതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിയമനിർമ്മാണ വിഭാഗം ആരൊക്കെയാണ് അതിലുള്ളത്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ.
ഓക്കെ, നമുക്കറിയില്ല എന്താണ് ലോക്സഭ, എന്താണ് രാജ്യസഭ. നമുക്ക് നോക്കണം. കാര്യനിർവഹണത്തിന് ആരൊക്കെയാണ്? രാഷ്ട്രപതിയാണ് ഏറ്റവും പരമോന്നതി. നമ്മൾ നേരത്തെ ചിത്രം കണ്ടു രാഷ്ട്രപതി ഭവനിൽ. ദെൻ അതിന് താഴെ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥർ. ഞാൻ ഈ ഉദ്യോഗസ്ഥരെ മാത്രം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് പുറമെ ആരൊക്കെ ഉണ്ട്? രാഷ്ട്രപതിയുണ്ട്, നമുക്കറിയാം, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിസഭ, ദെൻ ഉദ്യോഗസ്ഥർ. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി എന്തൊക്കെയാണ് അവർ ചെയ്യുക. നീതിന്യായ വിഭാഗത്തിൽ നോക്കൂ നിങ്ങൾ. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അടുക്കും ചിട്ടയോടുകൂടി നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യ ഗവൺമെൻറ് 3 പ്രധാനപ്പെട്ട, ഏത് ജനാധിപത്യ രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും 3 പ്രധാനപ്പെട്ട വിഭാഗമുണ്ട്. നിയമനിർമ്മാണ വിഭാഗമുണ്ട്, കാര്യനിർവഹണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്. ഇത് 3ലും ആരൊക്കെയാണ് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇന്ത്യ ഗവൺമെൻറ് നമ്മൾ നേരത്തെ കണ്ടതിന് നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. നിയമനിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, കാര്യനിർവഹണ വിഭാഗത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നീതിന്യായ വിഭാഗത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. നമ്മൾ ഈ 3 തലക്കെട്ടുകളാണ് പാഠത്തിൽ മുഴുവനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ വിഭാഗമാണിത്, നിയമനിർമ്മാണ വിഭാഗം. നിയമനിർമ്മാണ വിഭാഗത്തിൽ 3 എണ്ണമാണ് നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിലുള്ളത്. രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഓരോ രാജ്യത്തിനും ഓരോ പേരുകളാണുള്ളത്. രാഷ്ട്രപതിയും ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ്. രാജ്യസഭ ഉപരിസഭയെന്നും ലോക്സഭ അധോസഭയെന്നും അറിയപ്പെടുന്നു. നമുക്കതിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ ലോക്സഭയുടെ നമ്മുടെ പ്രതിനിധി ആരാ? ആർക്കെങ്കിലും പറയാമോ? യെസ്, നമുക്കറിയാം അല്ലേ, ആരാണ്? രാഹുൽ ഗാന്ധിയാണ് നമ്മളെ ഇവിടെ നിന്നുള്ള ലോക്സഭ അംഗം എന്ന് പറയുന്നത്. ഈ ലോക്സഭയെ അധോസഭ എന്നാണ് പറയാം. രാജ്യസഭയാണ് ഉപരിസഭ എന്ന് പറയുന്നത്. ഈ രാജ്യസഭയ്ക്ക് നമ്മളിവിടെ നിന്ന് അടുത്തിരുന്ന ആരാളുള്ളത്? എസ് PV അബ്ദുൽ വഹാബ് MP ആണ് നമ്മുടെ ഇവിടുത്തെ രാജ്യസഭ MP. നമ്മൾ ഈ പ്രദേശത്തിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടുത്തെ രാജ്യസഭ MP എന്നുള്ളത്. ഇനി അവരെ ആരാ തിരഞ്ഞെടുക്കുക അല്ലേ? നമുക്ക് നോക്കാം. ലോക്സഭയിലേക്ക് ഇലക്ഷൻ നടന്നപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തുള്ള വയനാട് നിയോജക മണ്ഡലമാണ് നമ്മളിവിടുത്തെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. കേരളത്തെ മൊത്തം 20 നിയോജക മണ്ഡലങ്ങളായിട്ടാണ്, ലോക്സഭാ മണ്ഡലങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് നമ്മുടെ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ആരാ നമ്മൾ തിരഞ്ഞെടുത്തത്? രാഹുൽ ഗാന്ധിയെ നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ചത്. അപ്പോൾ അവിടെ ആരാ തിരഞ്ഞെടുക്കുന്നത്? അധോസഭയായ ലോക്സഭയിലേക്ക് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും വോട്ടർമാരാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ രാജ്യസഭ അഥവാ ഉപരിസഭ എന്ന് പറയുന്നതിലേക്ക് അവരെ തിരഞ്ഞെടുക്കുന്നത് ആരല്ല? വോട്ടർമാർ നേരിട്ടല്ല. നമ്മൾ തിരഞ്ഞെടുത്ത ഓരോ സംസ്ഥാന നിയമസഭയിലെയും MLA മാരുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്ക്, എൻ്റെ പേര് തന്നെ നിയമസഭയാണ് അല്ലേ, സംസ്ഥാന നിയമസഭയിലേക്ക് നമ്മുടെ ഇവിടെ നിന്നുള്ള മെമ്പർ ആരാണ്? കാളികാവിന് പ്രദേശത്താണെങ്കിൽ അവിടെ വണ്ടൂർ നിയോജക മണ്ഡലമാണ് ഉള്ളത്. ആരാണ്? ശ്രീ അനിൽകുമാർ MLA ആണ് അവിടുത്തെ പ്രതിനിധിയായിട്ടുള്ളത്. നിലമ്പൂർ പ്രദേശമാണെങ്കിൽ PV അൻവറാണുള്ളത്. ഇങ്ങനെ കുറേ ആളുകളെ നമ്മൾ 140ഓളത്തിലധികമായിട്ട് നമ്മൾ നിയമസഭാംഗങ്ങളെ, സംസ്ഥാന നിയമസഭാംഗങ്ങളെ എവിടേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്? നമ്മൾ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവകാശപ്പെട്ടവരാണ് ആരെ തിരഞ്ഞെടുക്കുക? രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുക. അവരിൽ നിന്നൊരാളെയല്ല, പുറമേ ഒരാളെ, അവർ നിർദ്ദേശിക്കുന്ന ഒരാളെ നമ്മൾ ചെയ്ത വോട്ടിൻ്റെ പിൻബലത്തിൽ അവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. നോക്ക്, രാജ്യസഭ അഥവാ ഉപരിസഭ എന്ന് പറയുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറയുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളാണ് അതിനകത്തുള്ളത്. അഥവാ നേരത്തെ ഞാൻ പറഞ്ഞു, ആരാ തിരഞ്ഞെടുക്കുന്നത്? ഓരോ സംസ്ഥാനത്തെയും MLA മാരാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്.
MLA-മാർ അവർക്ക് കൊടുത്ത വോട്ടവകാശം ഉപയോഗിച്ചുകൊണ്ട് അവർ വോട്ട് ചെയ്തിട്ടാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ദെൻ അതിന് പുറമെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ, ഇലക്ഷനിലൂടെ അല്ലാതെ നോമിനേറ്റഡ് മെമ്പർമാരുണ്ടാകും 12 പേര്. അത് കാരണം ചില പ്രത്യേക വകുപ്പിൽ നിന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് സ്പോർട്സ് മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് ആളുകൾ, ആർട്സ് മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, ഇങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചില പ്രത്യേക വിഭാഗങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടും. അങ്ങനെ നാമനിർദ്ദേശം വരുന്ന 12 അംഗങ്ങൾ. മറ്റൊന്ന് പേരാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ കാരണം വെച്ചാൽ എന്താ? നേരിട്ടല്ല നമ്മൾ ആരെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായ MLA-മാരാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത്. മറ്റൊന്ന് സ്ഥിരം സഭ. നമുക്കറിയാം, ലോക്സഭ ഓരോ 5 വർഷം കഴിയുമ്പോഴും നിലവിലുള്ള ലോക്സഭ പിരിച്ചുവിട്ട് പുതിയ ഇലക്ഷൻ നടത്തി പുതിയ സഭയെ സ്ഥാപിക്കും. എന്നാൽ രാജ്യസഭയിൽ ഒരിക്കലും അങ്ങനെയല്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ആളുകൾ അതിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ചെയ്യുക. 238 + 12 എത്രയായി? 250 ആയി അല്ലേ? 250-ൻ്റെ 1/3 ആളുകൾ, ഏകദേശം 82ഓളം പേരുകളുണ്ടാവും. ഈ 82 ആൾ പിരിഞ്ഞു പോരുന്നു. ഓരോ 2 വർഷം കൂടുമ്പോഴും അതിലേക്ക് പുതിയ 82 ആളുകളെ തിരഞ്ഞെടുക്കുന്നു. അല്ലാതെ മുഴുവനായിട്ട് 250 ആളുകളും പിരിഞ്ഞു പോരുകയും പുതിയ 250 ആളുകളെയും തിരഞ്ഞെടുക്കുകയുമല്ല എവിടെ ചെയ്യുക? ഉപരിസഭയായ രാജ്യസഭയിൽ ചെയ്യുന്നത്. 1/3 ആളുകൾ പിരിഞ്ഞു പോരുകയും ബാക്കി അതിന് പകരം 2 വർഷം കഴിയുമ്പോൾ കുറച്ച് ആളുകളെ തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ അധ്യക്ഷ പദവി മീറ്റിംഗ് കൂടുന്ന സഭയിൽ, രാജ്യസഭ മീറ്റിംഗ് കൂടുമ്പോൾ അതിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷം വഹിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ രാജ്യസഭയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ദെൻ ലോക്സഭ. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളെ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ MP ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിരുന്നു ഒക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ നോക്കൂ, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന 543 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്താരാ? വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിലെ അംഗങ്ങളാണ്. അതുപോലെ കേരളത്തിൽ നിന്ന് ബാക്കി 19 പേരുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ മുഴുക്കെ ലോക്സഭാ മണ്ഡലങ്ങളായിട്ട് തിരിച്ചിടുന്ന എല്ലാം കൂടി 243 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ പുറമെ എന്തുണ്ട്? നേരത്തെ പറഞ്ഞ പോലെ ചില പ്രത്യേക വിഭാഗങ്ങളിൽ നിന്ന് നോമിനേറ്റഡ് ചെയ്യപ്പെടുന്ന, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 2 അംഗങ്ങളും ഉണ്ടാവും. ഇത് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടത്? ജനങ്ങൾ നേരിട്ടാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. ഉണ്ടോ? ഇവിടെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെട്ടു. ഇവിടെ എന്താ അറിയപ്പെടുന്നത്? ജനപ്രതിനിധി സഭ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ അറിയപ്പെടുന്ന ഞാൻ കാരണം പറഞ്ഞു. എന്താണ്? സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുത്ത MLA-മാരാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെയോ ജനങ്ങൾ നേരിട്ടാണ്. അതുകൊണ്ട് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ദെൻ ഇത് ഒരു സ്ഥിരം സഭയാണ്. ഏത്? രാജ്യസഭ. ലോക്സഭയുടെ കാലാവധി 5 വർഷം. നേരത്തെ ഞാൻ പറഞ്ഞു, 5 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും? മുഴുവൻ അംഗങ്ങളും പിരിഞ്ഞു പോരുകയും പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി തിരഞ്ഞെടുക്കുന്നവരെ വീണ്ടും 5 വർഷത്തേക്ക് കൂടെ നിയമിക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് നേരത്തെ ഇവിടെ ആരായിരുന്നു? ഉപരാഷ്ട്രപതിയായിരുന്നെങ്കിൽ ഇവിടെ ആരാണ്? സ്പീക്കറാണ് ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ആരാ നമ്മളിപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്പീക്കർ ആരാ? വെങ്കയ്യ നായിഡു. മറ്റേ നിങ്ങളൊന്ന് കണ്ടെത്തണം ഉപരാഷ്ട്രപതി ആരാണെന്നുള്ളത്. ഓക്കെ, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഇനി അല്ല, നമ്മുടെ രാഷ്ട്രപതി ആരാപ്പോൾ അതറിയാം. അത് നിങ്ങൾ കണ്ടെത്തണം. ഒന്ന് മാത്രം ഞാൻ പറഞ്ഞു, അറിയാതെ പറഞ്ഞു പോയതാണ്. വെങ്കയ്യ നായിഡുവാണ് എന്ത്? ലോക്സഭ സ്പീക്കർ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ എന്തൊക്കെ കണ്ടണം? രാഷ്ട്രപതി ആരാണെന്ന് കണ്ടണം, ഉപരാഷ്ട്രപതി ആരാണെന്ന് നോക്കണം. ഓക്കെ, നമ്മൾ രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല. എന്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം? ലോക്സഭയുടെ ഭാഗമാണ്, നിയമസഭയുടെയും ഭാഗമാണ്. പക്ഷേ പാർലമെൻറ്റ് അംഗമല്ല. എന്നാൽ അദ്ദേഹം പാർലമെൻറ്റ് അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്.
അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഈ പറഞ്ഞ ഭാഗങ്ങൾ സ്ലൈഡ് വെച്ചുകൂടി മറ്റേ ടെക്സ്റ്റാണ് നമ്മൾ ഹെൽപ്പ് ചെയ്ത് ഇപ്പോൾ സ്ലൈഡ് കൂടി നമ്മൾ ഉപയോഗിക്കുകയാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഗവൺമെൻറ്. നമ്മൾ വിശദീകരണം മാത്രമേ ഉള്ളൂ. രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റിലൂടെയാണ്. ഗവൺമെൻറ് 3 ഘടകങ്ങളാണ്: നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവ. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുകയും കാര്യനിർവഹണ വിഭാഗം നടപ്പാക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെൻറ്റിൽ രാഷ്ട്രപതിയും രാജ്യസഭയും ലോക്സഭയും ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നു. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നിവ ഇന്ത്യയുടെ നീതിന്യായ വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കുറിപ്പ് പറഞ്ഞിരുന്നല്ലോ, ആ കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങളാണ് ഇതിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയാൽ മതി. ഗവൺമെൻറ് ഘടകങ്ങളെക്കുറിച്ച് കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടവ എന്ന് പറയുന്നത് ഈ തലക്കെട്ടിന് താഴെ വരുന്നത്. ഓക്കെ. ദെൻ ഒരു പ്രവർത്തനമാണ് ഇവിടെ. നിയമനിർമ്മാണ സഭ ഡാഷ് നിർമ്മിക്കുന്നു. അറിയാലോ നിങ്ങൾക്ക്, എന്ത് നിർമ്മിക്കുന്നു? നിയമങ്ങൾ നിർമ്മിക്കുന്നു. ഡാഷ് നിയമങ്ങൾ നടപ്പിലാക്കുന്നു. ആരാണ്? കാര്യനിർവഹണ വിഭാഗം. നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത് ഒരു പ്രവർത്തനമായി. കുറിപ്പ് തയ്യാറാക്കാനുള്ള മുകളിൽ നിന്ന് തന്നു, അതിൻ്റെ ഉത്തരവായി. അപ്പോൾ എന്തൊക്കെയായി? 1, 2, 3 കുറിപ്പ് തയ്യാറാക്കുക, 4 പ്രവർത്തനമായി. ഓക്കെ. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾക്ക് എഴുതാനുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പേരാണെന്ത്? പാർലമെൻറ്റ് എന്ന് പറഞ്ഞത് അല്ലേ. നോക്കൂ നിങ്ങൾ, ഇന്ത്യക്ക് 2 എണ്ണമാണുള്ളത്: രാജ്യസഭ, ലോകസഭ. സഭയുടെ പേര് പാർലമെൻറ്റ്. ബ്രിട്ടൻ്റെ നോക്കൂ നമ്മൾ, ഹൗസ് ഓഫ് ലോർഡ്സ്, ഹൗസ് ഓഫ് കോമൺസ്, പാർലമെൻറ്റ്. പേര് പാർലമെൻറ്റ് തന്നെ. കാരണം അവരിൽ നിന്നാണ് നമ്മൾ ചില പേരുകളൊക്കെ കൈക്കൊണ്ടത്. നമ്മളായിരുന്നു അവരുടെ കോളനി ആയിരുന്നു നമ്മൾ. അമേരിക്കയുടേത് സെനറ്റ്, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്, ദെൻ അമേരിക്കൻ കോൺഗ്രസ്. ഓക്കെ. അങ്ങനെ ഓരോന്നിൻ്റെയും നമ്മൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ചില രാജ്യങ്ങൾക്ക് 1 മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്ക് ലോക്സഭയും രാജ്യസഭയും ഉള്ളതുപോലെ ചില രാജ്യങ്ങൾക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അതിലേതെങ്കിലും 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞ ആളുകളെ കൂടെ കാണാനുണ്ട്, വെങ്കയ്യ നായിഡുവിനെ കാണാനുണ്ട് കേട്ടോ. ഓക്കെ. ഇനി ലോക്സഭയെക്കുറിച്ചാണ് നമ്മൾ ഈ കണ്ടത്. രാജ്യസഭയെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇന്ത്യൻ പാർലമെൻറ്റ് ഉപരിസഭ, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് വിളിക്കുന്നു. രാജ്യസഭ ഒരു സ്ഥിരമംഗമാണ്, പരമാവധി 250. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. 12 അംഗങ്ങളെ ഞാൻ പറഞ്ഞല്ലോ. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം, വ്യത്യസ്ത മേഖലയിൽ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞല്ലോ. നോമിനേറ്റഡ് ആയില്ല, അതാണ് ഇവിടെ പറഞ്ഞത്. ഉപരാഷ്ട്രപതി രാജ്യസഭയിൽ അധ്യക്ഷം വഹിക്കുന്നു. രാജ്യസഭയിലെ സംസ്ഥാനങ്ങളിലെ MLA-മാരാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ലോക്സഭ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ പാർലമെൻറ്റ് അധോസഭ എന്നറിയപ്പെടുന്നു. ജനപ്രതിനിധി സഭ എന്ന് വിളിക്കുന്നു. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ 550 ആണ്. 5 വർഷമാണ് കാലാവധി. സ്പീക്കർ ലോക്സഭാ നടപടികൾ നിയന്ത്രിക്കുന്നു. ലോക്സഭാംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ലോക്സഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളാണ്. കാരണം നേരത്തെ പറഞ്ഞ 2 പേര് നോമിനേറ്റഡ് ചെയ്യുന്നു പറയുന്നുണ്ട്. അവരാണ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗം എന്ന് പറയുന്നത്. എന്താ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ബ്രിട്ടൻകാരാവുകയും ഇപ്പോൾ ഇവിടെ സ്ഥിരതാമസമാവുകയും ചെയ്ത ആളുകളെ നമ്മൾ എന്ത് പറയാം? ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 2 ചിത്രമുണ്ട്. രാജ്യസഭയുടെ ചിത്രമുണ്ട്, ലോക്സഭയുടെ ചിത്രമുണ്ട്. എന്നാണ് സ്ഥാപിച്ചത് എന്ന് നിങ്ങൾക്ക് കാണാം. എന്ന് മുതലാണ് തുടങ്ങുന്നത്. രാജ്യസഭ. ഇതൊന്നും അധിക വായനയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ എങ്ങനെയാണ് നടത്തുന്നത്, അതിൻ്റെ കണക്കുകളൊക്കെയാണ് നിങ്ങൾ സ്വയമായിട്ട് പോസ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഉണ്ടോ ക്ലാസ്സിൽ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയുമാണ് ആമുഖമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പാഠഭാഗം ഡിസ്കസ് ചെയ്ത യൂട്യൂബിലെ നമ്മളെ വിക്ടേഴ്സിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്തിരും. അത് രണ്ടും കൂടി ഉപകാരപ്പെടുത്തിയിട്ട് ക്ലാസ് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.